നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. രണ്ട് ലോക നേതാക്കൾ വൈറ്റ് ഹൗസിൽ തമ്മിൽ തർക്കിക്കുന്ന ഒരു വീഡിയോ അത് ലോകം കണ്ടു. പ്രത്യേകിച്ച് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി കരാറിൽ ഒപ്പിടുന്നതിനു വേണ്ടി സെലൻസ്കി വൈറ്റ് ഹൗസിൽ എത്തുന്നു. എന്നാൽ വൈറ്റ് ഹൗസിൽ ഇരുവരും തമ്മിൽ നടന്ന ചർച്ച അതിരുവിട്ടു പോകുന്നു. പരസ്പരം തെറി പറഞ്ഞില്ല. ഇവിടെ ഇന്ത്യയിലെങ്ങാണമായിരുന്നെങ്കിൽ തെറി പറഞ്ഞു. പക്ഷെ ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദി വേണം എന്ന് ട്രംപ് സെലൻസ്കിയോട് പറയുന്നു. അതായത് യുക്രൈൻ എന്തെല്ലാം സഹായങ്ങൾ തന്നു, അതിനൊക്കെ കുറച്ചെങ്കിലും നന്ദി വേണം എന്നൊക്കെ പറയുന്ന ട്രംപ്, എന്നാൽ റഷ്യക്ക് കുഴലൂത്ത് നടത്തുകയാണ് ട്രംപ് എന്ന് തിരിച്ചടിക്കുന്ന സെലൻസ്കി. അത്തരത്തിൽ വലിയ ഒരു പൊട്ടിത്തെറിയുടെ വക്കിൽ കാര്യങ്ങൾ കൊണ്ടെത്തുന്നു. അവസാനം സെലൻസ്കി ഇറങ്ങിപ്പോകുന്നു. ലോകം ഒന്ന് ഞെട്ടിത്തരിച്ചിരിക്കുന്ന സമയമാണ്. ഇനിയിപ്പോൾ എന്താണ് നടക്കാൻ പോകുന്നത് എന്നുള്ളൊരു ഭീതി ഉടലെടുത്തിരിക്കുന്നു. ശരിക്കും കൈവിട്ടുപോയ കളിയാണോ? അത് വെറും തല്ല് മാത്രം, അങ്ങനെ ഒരു വെറും തർക്കം മാത്രമല്ല. അതിനെ തന്നെ റഷ്യൻ വിദേശകാര്യ വക്താവ് മരിയ സക്രോവ പറഞ്ഞത്, ഈ കൂടിക്കാഴ്ചക്കിടെ സെലൻസ്കിയെ ട്രംപും ജെഡി വാൻസും ചേർന്ന് തല്ലിയില്ലല്ലോ എന്നുള്ളതാണ്. തല്ലുമെന്ന് തന്നെയാണ് വിചാരിച്ചത്. വളരെ അത്ഭുതമായി പോയി. അവര് വളരെയധികം സംയമനം പാലിച്ചു. അല്ല എന്നുണ്ടെങ്കിൽ സെലൻസ്കിക്ക് അടി കിട്ടേണ്ട കേസായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോ ഇത്രയും വലിയ ഒരു സംഭവം ഉണ്ടായപ്പോ ശരിക്കും ലോകത്ത് ഇപ്പൊ നടക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം ഇപ്പൊ നമുക്ക് ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടായതറിയാം. ഏറെ താമസിയാതെ തന്നെ രണ്ടാം ലോക മഹായുദ്ധം ഉണ്ടായി. ഇനിയൊരു യുദ്ധം ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുമ്പോഴാണ് കോൾഡ് വാർ വന്നത്. അതോടുകൂടി ഇനി ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ കോൾഡ് വാറിനേക്കാൾ കൂടുതലായ ഒരു കാര്യത്തിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ ചർച്ചയുടെ അവസാനം പറഞ്ഞിരുന്നു, രണ്ട് ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന, ക്ലാഷ് ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആന്റി ക്ലൈമാക്സിനെ കുറിച്ച്. ഇത് ഇപ്പോൾ നിലവിൽ വരുന്നതിന് ഇനി എത്ര സമയമുണ്ടെന്ന് മാത്രം കാത്തിരുന്നാൽ മതി. കാരണം യൂറോപ്പും അമേരിക്കൻ സഖ്യവുമായി രണ്ട് ചേരിയിലായി കഴിഞ്ഞു. ഈ രണ്ട് ചേരികളും തമ്മിൽ ഒരു കോൾഡ് വാർ ഉണ്ടായിക്കഴിഞ്ഞാൽ ലോകത്ത് ഇനി സംഭവിക്കാൻ പോകുന്നത് നേരിട്ടുള്ള ഒരു യുദ്ധത്തിനേക്കാൾ, അല്ലെങ്കിൽ ട്രംപ് ഇതിന്റെ ഇടയ്ക്ക് പറഞ്ഞിരുന്നു അല്ലെ, മൂന്നാം ലോക മഹായുദ്ധത്തിന്റെ ചൂതാട്ടമാണ് നിങ്ങളിപ്പോ നടത്തുന്നത് എന്ന് പറഞ്ഞിരുന്നു സെലൻസ്കിയെ. പക്ഷെ ആയുധങ്ങൾ കൊണ്ടുള്ള ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിനേക്കാൾ ഭീതിതമായിരിക്കും ഇനി ഒരു കോൾഡ് വാർ ഉണ്ടാകുന്നത്. കാരണം നമ്മുടെ എല്ലാവിധ കാര്യങ്ങളെ കുറിച്ചും, ബിസിനസിനെ സംബന്ധിച്ചായാലും ഉൽപാദനത്തിനെ കുറിച്ചിട്ടുണ്ടായാലും ഇതെല്ലാം തന്നെ നിയന്ത്രിക്കുന്നത് ഈ രണ്ട് വൻ ശക്തികൾ തന്നെയാണ്. ഇവര് തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടായാൽ, യൂറോപ്യൻ ശക്തിയും അമേരിക്കൻ ശക്തിയും തമ്മിലൊരു ക്ലാഷ് ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ലോകത്തെ മുഴുവനും തന്നെ അത് ബാധിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ ഇനി ഉണ്ടാകാൻ പോകുന്നത് അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. കാരണം ശരിക്കും രണ്ട് ചേരികളായിട്ട് ഇവര് തിരിഞ്ഞു കഴിഞ്ഞു. കാരണം ഇവര് രണ്ട് കൂട്ടരും യാതൊരു മയവുമില്ലാതെ, ഇവിടെ സ്കൂള് കുട്ടികള് മറ്റേ ഫേസ്ബുക്കിൽ കയറി കമന്റ് ഇടുന്നത് പോലെ രണ്ട് കക്ഷികളുമാണ് ഇപ്പോ നിരന്തരം എക്സിലെല്ലാം പോസ്റ്റുകൾ വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. അതില് എടുത്തു പറയേണ്ട ഒരു വസ്തുത, ഇപ്പോൾ അതായത് വൈറ്റ് ഹൗസിലേക്ക് സെലൻസ്കിയെ വിളിച്ചു വരുത്തി അപമാനിച്ചു എന്നാണ് യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്നത്. ഫ്രാൻസും അതുപോലെ തന്നെ ജർമ്മനി, UK എല്ലാവരും തന്നെ ഇപ്പോൾ ഈ വിഷയത്തിൽ സെലൻസ്കിയുടെ ഭാഗത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയുടെ പ്രതിപക്ഷ കക്ഷികളെല്ലാവരും തന്നെ സെലൻസ്കിയുടെ ഭാഗത്ത് നിൽക്കുന്നു. കാരണം ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരാളെ ഒരു വൈറ്റ് ഹൗസിലേക്ക് വിളിച്ചു വരുത്തി അപമാനിച്ചു വിടുന്ന ഒരു തരത്തിലേക്കുള്ള ഒരു നീക്കം അത് ട്രംപിന്റെ കാലത്തുണ്ടായി. പ്രത്യേകിച്ച് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ പറയുന്നത്, അതായത് പുടിന് വേണ്ടി മറ്റുള്ളവരുടെ മേൽ കുതിര കയറുന്ന ട്രംപിനെയാണ് ഞങ്ങൾ കണ്ടത് എന്ന് പറയുന്നത് മാത്രമല്ല, അടുത്തിടെ ഒരു ഉച്ചകോടിയിൽ വെച്ച് ഇമാനുവൽ മാക്രോണിനെയും അപമാനിച്ചിരുന്നു ട്രംപ്. അപ്പോൾ അത്തരത്തിൽ രാജ്യങ്ങളുടെ തലവന്മാരോട് ഒട്ടും ഒരു മയമില്ലാതെ പെരുമാറണം. അത് മാത്രമല്ല, അപമാനിക്കുന്ന തരത്തിലേക്ക് ട്രംപിന്റെ നീക്കങ്ങൾ പോകുന്നു. പക്ഷെ അത് അംഗീകരിക്കാൻ കഴിയുന്നത് രാജ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ജർമ്മനി, കാനഡ, ഫ്രാൻസ് എല്ലാം പറഞ്ഞിരുന്നു ഞങ്ങൾ എന്തായാലും യുക്രൈന്റെ കൂടെയാണെന്ന്. തൊട്ടു പിന്നാലെയാണ് പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് എക്സിൽ കുറിച്ചു. ജർമ്മൻ വിദേശകാര്യമന്ത്രി അന്നലേന ബർബോക്ക്, അയർലാൻഡ് ഉപപ്രധാനമന്ത്രി സൈമൺ ഹാരിസ്, സ്വീഡിഷ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് എസ്റ്റോണിയയുടെ വിദേശകാര്യമന്ത്രി, ഡച്ച് വിദേശകാര്യമന്ത്രി, നോർവീജിയൻ പ്രധാനമന്ത്രി,
ചെക്ക് റിപ്പബ്ലിക് പ്രസിഡന്റ്, ഇവരെല്ലാം തന്നെ യുക്രൈനെ പിന്തുണച്ചിരിക്കുകയാണ്. അപ്പൊ ഒരു വലിയ ശക്തിയാണ് ഇപ്പൊ യുക്രൈന്റെ കൂടെ കൂടിയിരിക്കുന്നത്. ഇപ്പൊ യുദ്ധസമയത്ത് റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധത്തിന് അമേരിക്കയുടെ സഹായമാണ് യുക്രൈന് കിട്ടിയിരുന്നത്. കാര്യം എന്താണെന്നറിയാമോ, ഇപ്പൊ അവരെല്ലാം യുക്രൈന്റെ ഭാഗത്ത് നിൽക്കുന്നതിന് ഒരു പ്രധാന കാര്യമുണ്ട്. അതായത് മറ്റ് ധാതു സമ്പത്തിന്റെ കാര്യം മാത്രമല്ല, ഇതുപോലെ ഒരു പ്രതിസന്ധി ഏത് രാജ്യങ്ങൾക്കുണ്ടായാലും ട്രംപിന്റെ നിലപാടിലാണ് ഇത് തന്നെയാണ് എന്ന് അറിയാവുന്നത് കൊണ്ട് ആ ശക്തികളെല്ലാം ഒരുമിക്കുന്നു. പിന്നെ ഇതിൽ ഒന്നുകൂടിയുണ്ട്, അത് സെലൻസ്കി മനഃപൂർവ്വം ചെയ്തതാണോ എന്ന് അറിഞ്ഞൂടാ. ഇവര് രണ്ടുപേരുടെയും ഡ്രസ്സിംഗിൽ തന്നെ വളരെ വ്യത്യാസം ഉണ്ടായിരുന്നു. സെലൻസ്കി ഒരു സാധാരണ വേഷത്തിലാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ അത് ഒരുപക്ഷെ കളിയാക്കാൻ വേണ്ടി ചെയ്തതാണ് പറയുന്നത് ആരോപണം. പക്ഷെ പൊതുവെ ശ്രദ്ധിച്ചാൽ മതി, സെലൻസ്കി ഏറ്റവും കൂടുതൽ ധരിക്കുന്ന അത്തരത്തിലുള്ള വസ്ത്രങ്ങളാണ്. പക്ഷെ ഒരു നമ്മളൊരു ഇന്റർനാഷണൽ ചർച്ചയ്ക്ക് പോകുമ്പോൾ അത്തരത്തിലൊരു എന്ന് മാത്രമല്ല ബോഡി ലാംഗ്വേജിനെ കുറിച്ച് വളരെ ഇത് വന്നിരുന്നു. കാരണം ആ വീഡിയോ കണ്ടാൽ നമുക്കറിയാം ട്രംപാണ് അവിടെ അത് ഭരിക്കുന്നത്. ട്രംപിന്റെ ബോഡി ലാംഗ്വേജും എന്റെ മുന്നിൽ സെലൻസ്കി ഇരിക്കുന്നത് പണ്ട് കാലത്ത് ഒരു മുതലാളിയുടെ മുൻപിൽ അടിയാനിരിക്കുന്ന, ജന്മിയുടെ മുമ്പിൽ അടിയാൻ നിൽക്കുന്ന, ഓച്ചാനിച്ച് നിൽക്കുന്ന ആ ഓച്ചാനം ഉണ്ടായില്ലെന്നേ ഉള്ളൂ. പൊതുവെ ആ ബോഡി ലാംഗ്വേജ് അങ്ങനെയായിരുന്നു. ട്രംപ് ആയിരുന്നു അവിടെ ആധിപത്യം ഉണ്ടായിരുന്നത്. വൈറ്റ് ഹൗസ് ആണല്ലോ അങ്ങനെ. അപ്പോൾ രണ്ട് സമ നേതാക്കന്മാർ തമ്മിലുള്ള ചർച്ചയായിരുന്നില്ല അത്. ഇതിനിടയിലാണ് ഇങ്ങനെ ഇവിടെ ട്രംപിന്റെ ഒരു ആധിപത്യം എന്ന് പറയുന്നത്, അതായത് അമേരിക്ക എല്ലാ സഹായങ്ങളും യുക്രൈന് കൊടുത്തു, എന്നിട്ടും നന്ദിയില്ല എന്നുള്ളൊരു കടന്ന കൈ പ്രയോഗമായി പോയി. കാരണം എനിക്ക് തോന്നുന്നു ഇപ്പൊ ചരിത്രത്തിൽ ഇന്ന് വരെ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവില്ല. കാരണം നേതാവിനെ വിളിച്ചു വരുത്തിയിട്ട് നന്ദി വേണം, ഞങ്ങൾ തന്ന സഹായങ്ങൾ നിങ്ങൾ ഓർക്കണം എന്ന് മാധ്യമം, അതായത് അത് മാത്രമല്ല, ഇത് ട്രംപിന്റെ വായിലിരിക്കുന്ന അപമാനം മാത്രമല്ല, JD വാൻസിന്റെ വായിലിരിക്കുന്നതും സെലൻസ്കിക്ക് കേൾക്കേണ്ടി വന്നു. അതായത് നിങ്ങൾ മാപ്പ് നിങ്ങൾ നന്ദി പറയണം, ഞങ്ങൾ തന്ന സഹായങ്ങൾക്ക് നിങ്ങൾ അമേരിക്കൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ നന്ദി പറയണം. ഒരു കാര്യമുണ്ട്, ചെറുതായിട്ട് ചൊറിച്ചില് സെലൻസ്കി ആദ്യം തന്നെ ചെയ്തു. ആദ്യത്തെ അരമണിക്കൂർ വളരെ കോടിയലായിട്ട് പോയി. പക്ഷെ അതിനുശേഷം സെലൻസ്കി എടുത്തിട്ടത് കുറച്ച് ബാക്ക് എന്നുള്ള സ്റ്റോറി ഇങ്ങോട്ടാണ്. 2014 റഷ്യ ക്രീമിയ പിടിച്ചെടുത്തതും കിഴക്കൻ യുക്രൈനിലുണ്ടായ ആക്രമണവും ആ സമയത്തൊന്നും തന്നെ ആരുടെയും ഒരു സഹായവും ഞങ്ങൾക്ക് വന്നിട്ടില്ല എന്ന രീതിയിൽ സംസാരിച്ചു. അതെ, അങ്ങനെ സംസാരിച്ചപ്പോഴാണ് JD വാൻസ് പറഞ്ഞത്, നിങ്ങൾ പഴയ കാര്യം പറയാനില്ല, ഇപ്പോഴത്തെ കാര്യത്തിൽ നിങ്ങൾ ആദ്യം നന്ദിയുള്ളവരാണ്. അതായത് ഈ ചർച്ചയിൽ റഷ്യക്ക് അനുകൂലമായി സംസാരിക്കുന്ന ഒരു ഘട്ടം വന്നപ്പോഴാണ് സെലൻസ്കി പറഞ്ഞത്, ഞങ്ങൾ തുടക്കകാലത്ത് ആരുടെയും സഹായമില്ലാതെയാണ് പിടിച്ചു നിന്നത്. അത് പറഞ്ഞപ്പോഴാണ്. അപ്പോൾ അങ്ങനെ ഒരു മറുപടി പറയാൻ സെലൻസ്കിക്ക് എന്തുകൊണ്ടും അർഹതയുണ്ട്. കാരണം അങ്ങനെ അത്രത്തോളം പിടിച്ചു നിൽക്കാൻ യുക്രൈന് ആദ്യ സമയങ്ങളിൽ കഴിഞ്ഞിരുന്നു എന്നുള്ളത്. അതുമാത്രമല്ല, ഇപ്പോൾ ഒരു സഹായം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുഴുവനായും തിരികെ ചോദിക്കുന്നു. അതുമാത്രമല്ല, യുക്രൈന്റെ സമ്പത്തിൽ കണ്ണുവെക്കുന്നു. അപ്പോൾ അത്തരത്തിൽ തരംതാണ ഒരു പ്രവൃത്തിയിലേക്ക് വരെ ട്രംപ് പോയിട്ടുണ്ട്. അങ്ങനെ ഒരു ട്രംപിനെ നമ്മൾ ഇതിനു മുൻപ് കണ്ടിട്ടില്ല. അപ്പോൾ തന്നെയല്ല, അവരുടെ സർവ്വതും അടിയറവ് വയ്ക്കാൻ പോകുകയാണ് സെലൻസ്കി. അവരുടെ സമ്പത്തിന്റെ ഒരു ഭാഗം കൊടുക്കാൻ പോകുകയാണ്. ആ ബോഡി ലാംഗ്വേജ് ആണ് അവിടെ കണ്ടത്. കാരണം എല്ലാം വിട്ടുകളയുന്ന ഒരു മനോഭാവം, വിട്ടുകളയേണ്ടി വരുന്നതിന്റെ മനോഭാവമായിരുന്നു സെലൻസ്കിക്ക്. എന്നാൽ എല്ലാം പിടിച്ചെടുക്കുന്ന ഒരു ജന്മിയുടെ അഹങ്കാരം കൂടി ട്രംപിന്റെ ഭാഷയിൽ കാണാനുണ്ട്. ഇത് രണ്ടും കൂടി കൂടിച്ചേർന്നപ്പോഴാണ് കാര്യങ്ങൾ കൈവിട്ടുപോയത്. തന്നെയല്ല, ലോകമാധ്യമങ്ങളൊക്കെ ട്രംപിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ആധിപത്യം ഉള്ള ഒരു നേതാവിനെയാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് എന്ന് പറയുന്നുണ്ട്. ഏകാധിപത്യം അധികം വാണചരിത്രമില്ല എന്നുള്ള തരത്തിലൊക്കെ തലക്കെട്ടുകൾ വരുന്നുണ്ട്. വാൻസാണ് ആദ്യം പറയുന്നത്, ഇങ്ങനെ താറടിച്ചു നോക്കാൻ ശ്രമിക്കരുത്, നന്ദി വേണം, നിങ്ങൾ ഇവിടെ താങ്ക്ഫുൾ ആയിരിക്കണം എന്നൊക്കെ വാൻസ് പറയുന്നതോട് കൂടിയാണ് ട്രംപും അതിലേക്ക്. അത് മാത്രമല്ല, ട്രംപ് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്, കരാറിൽ ഒപ്പിടാൻ ഒന്നുകിൽ കരാറിൽ ഒപ്പിടുക, അല്ലെങ്കിൽ വൈറ്റ് ഹൗസിൽ നിന്ന് ഇറക്കി വിടുകയാണ്. അപ്പോൾ അതൊക്കെ വലിയ ഒരു കൊടിയ അപമാനം സഹിച്ചുകൊണ്ട് തന്നെയാണ് സെലൻസ്കിക്ക് അവിടെ ഇരിക്കേണ്ടി വന്നത്, പിന്നീട് ഇറങ്ങി പോരേണ്ടി വന്നത്. പിന്നീട് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ തയ്യാറായില്ല. അതിനുശേഷം അതുപോലെ ദേഷ്യപ്പെടുത്താൻ ഒരു കാര്യം, റഷ്യ ഇതിന് തയ്യാറാണ്, ഒരു കരാറിന് തയ്യാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സെലൻസ്കി പറഞ്ഞത്, ഒരു കൊലയാളിയോട് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകരുത്, നിങ്ങൾ ഇപ്പോൾ റഷ്യ പറയുന്നതിനനുസരിച്ച് റഷ്യയോടുള്ള ഒരു സൗഹൃദം നിങ്ങൾ കൊണ്ടുവന്നാൽ തീർച്ചയായും റഷ്യ ഒരിക്കൽ നിങ്ങളെ തിരിച്ചടിക്കും, അന്ന് നിങ്ങൾ ഇത് ഓർക്കും എന്നെല്ലാം സെലൻസ്കി പറഞ്ഞു. അപ്പൊ ഇതും ട്രംപിനെ വളരെയധികം പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അതിന് ട്രംപ് പറഞ്ഞ ഒരു മറുപടി ഉണ്ട്,
അതായത് അമേരിക്കൻ പ്രസിഡന്റുമാരോട് ഒട്ടും ബഹുമാനമില്ലാതെയാണ് പുടിൻ സംസാരിച്ചിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ട്രംപ് തിരികെ മറുപടി പറയുന്നത് അത് എന്നോടല്ലല്ലോ, മറ്റ് അമേരിക്കൻ പ്രസിഡന്റുമാരായിട്ട് ഇരുന്നവരോടല്ലേ ബഹുമാനമില്ലാതെ സംസാരിച്ചിട്ടുള്ളത്, പക്ഷെ എന്നോട് ബഹുമാനത്തോടെയാണ് പുടിൻ സംസാരിക്കാറുള്ളത് എന്നൊരു മറുപടി പുടിൻ തിരികെ കൊടുക്കുന്നുണ്ട്. ഈ ഉരുളയ്ക്കുപ്പേരി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് ഇരു കൂട്ടരും. ഇതോടെയാണ് ഈ സെലൻസ്കി അവിടെ നിന്ന് നാണം കെട്ടി ഇറങ്ങി വരേണ്ട ഒരു സംഭവം ഉണ്ടായതോടുകൂടിയാണ് യൂറോപ്യൻ രാജ്യങ്ങൾ അവർ ഒറ്റക്കെട്ടാകുന്നത്. ഇതുവരെ മാത്രമല്ല, റഷ്യക്ക് ഇപ്പൊ വളരെ സന്തോഷമായിരിക്കുകയാണ്. റഷ്യയുടെ ഫുൾ സപ്പോർട്ട് അമേരിക്കയുടെ ഫുൾ സപ്പോർട്ട് റഷ്യക്ക് ഉണ്ട് എന്നുള്ള കാര്യം ഉറപ്പിച്ചു എന്നുള്ള ഒരു എന്ന് മാത്രമല്ല, യുക്രൈൻ പ്രസിഡന്റിന് അർഹമായത് തന്നെയാണ് കിട്ടിയതെന്നാണ് റഷ്യ. അത് പക്ഷേ റഷ്യയുടെ ഒരു അമിത ആത്മവിശ്വാസമാണ്. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം റഷ്യക്ക് വലിയ സമാധാനം ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ളതല്ല. പക്ഷെ ഈ ഒരു യുദ്ധം ഉണ്ടായത് കൊണ്ടാണ് യുക്രൈന്റെ പ്രകൃതി സമ്പത്തിൽ ഒരു ഭാഗം അമേരിക്കയ്ക്ക് കിട്ടാൻ പോകുന്നത്. പക്ഷെ US-ഉമായിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് അടുക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന റഷ്യക്ക് വളരെ വിചാരിക്കാതെ കിട്ടിയിട്ടൊരു ബോണസ് ആയി പോയി ഇത്. കാരണം സെലൻസ്കിയെ അടിച്ചിറക്കി വിട്ടു എന്നുള്ള ഒന്ന് റഷ്യക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരിക്കുകയാണ്. അല്ല, പക്ഷെ അപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമുക്കറിയാം ഈ റഷ്യയുടെയോ അമേരിക്കയുടെയോ ഒന്നും ഒപ്പം പോലും എത്താൻ കഴിയാത്ത ഒരു കുഞ്ഞൻ രാജ്യമാണ് യുക്രൈൻ. പക്ഷെ യുക്രൈൻ ഇത്രയും കാലം പിടിച്ചു നിന്നത് അമേരിക്കയുടെ സഹായം തന്നെയാണ്. അതൊക്കെ ശരിയെ തന്നെയാണെങ്കിലും അവരവരുടെ ആത്മാഭിമാനം ഒരിടത്തും പണയം വെക്കാൻ തയ്യാറായിട്ടില്ല. കാരണം സെലൻസ്കിയുടെ കൂടെയാണ് ഇപ്പോഴും ആ ജനത മുഴുവൻ നിൽക്കുന്നത്. മാത്രമല്ല, അതൊരു വലിയ കാര്യമാണ്. ഈ പുടിന് സ്വന്തം രാജ്യത്ത് ഒരു വിലയില്ല. ഒന്നാമത്തെ കാര്യം അതാണ്. പിന്നെ ഭയമാണ്. പുടിൻ എന്ന ഒരു ഏകാധിപതിയോടുള്ള ഭയം ഒരു പരിധിയിൽ കൂടുതൽ അവിടുത്തെ ജനങ്ങൾക്കുണ്ട്. പക്ഷേ നമുക്ക് യുക്രൈന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, യുക്രൈൻ ഒരു സമയത്തും അവരുടെ ആത്മാഭിമാനം പണയം വെച്ച് ഈ യുദ്ധത്തിൽ നിന്നിട്ടില്ല. അവർ ശക്തമായി പോരാട്ടം നടത്തിയിട്ടുള്ള ആൾക്കാരാണ്. അത് മാത്രമല്ല, ഒന്നെങ്കിൽ യുദ്ധം അല്ലെങ്കിൽ മരണം, ആ ഒരു തരത്തിൽ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ട ഒരു ചെറിയ രാജ്യം അമേരിക്കയോ അല്ലെങ്കിൽ റഷ്യയോ ഒന്നും വെല്ലുവിളിക്കുന്നത് തന്നെ ഈ അമേരിക്കയ്ക്കും റഷ്യക്കും തന്നെ നാണക്കേടാണ്. യുക്രൈനെയൊക്കെ വെല്ലുവിളിക്കുന്നത്. ഇപ്പൊ ട്രംപ് ഇത്രയൊക്കെ പറഞ്ഞു എന്ന് പറയുമ്പോഴും സെലൻസ്കിയെ ഇങ്ങനെ പറയേണ്ടി വന്നത് ശരിക്കും അതിന്റെ നാണക്കേട് തന്നെയാണ് ട്രംപ്. പക്ഷെ അത് മാത്രമല്ല, ഇതേ സമയത്ത് സെലൻസ്കിക്ക് പകരം പുടിൻ ആയിരുന്നു വൈറ്റ് ഹൗസിൽ ഒരിക്കലും സംസാരിക്കില്ല. കാരണം ട്രംപിനറിയാം പുടിൻ ഇപ്പോൾ ഒന്ന് ഒരു ക്ഷതം സംഭവിച്ചിട്ടുണ്ടെങ്കിലും പുടിൻ അങ്ങനെ പൂർണ്ണമായും അടിയറവ് പറയുന്ന മനുഷ്യനൊന്നുമല്ല. ഒരിക്കലും പുടിൻ അതിന് ട്രംപ് അതിന് തയ്യാറാകുകയുമില്ല. അപ്പോൾ ഈ ചെറിയ രാജ്യങ്ങളോട് എന്തുമാകാം എന്നുള്ള ഒരു ധാർഷ്ട്യം അത് ഈ മുതലാളിത്ത രാജ്യങ്ങളുടെ അല്ലെങ്കിൽ വമ്പൻ രാജ്യങ്ങളുടെ എക്കാലത്തെയും ഒരു സമീപനം അങ്ങനെയാണ്. പക്ഷേ അവിടെ നിന്നും ആ സമയം തന്നെ ഇറങ്ങിപ്പോകാനുള്ള മാന്യത സെലൻസ്കി കാണിച്ചു. അല്ലാതെ അവിടെ ഇരുന്നു കൊണ്ട് ട്രംപിന്റെ കാല് പിടിക്കാൻ തയ്യാറായില്ല. പിന്നീട് മാധ്യമങ്ങൾ ട്രംപിനോട് മാപ്പ് പറയുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ മാപ്പ് പറയേണ്ട സാഹചര്യമില്ല, ഞാൻ എന്റെ ഭാഗത്ത് പിഴവുണ്ടായിട്ടില്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് സെലൻസ്കി പറഞ്ഞത്. അപ്പോൾ അവിടെയാണ് ഒരു രാജ്യത്തിന്റെ ഒരു ഭരണാധികാരിയുടെ ഒരു മേന്മ നമ്മൾ കാണേണ്ടത്. ഞാൻ മാപ്പ് പറഞ്ഞാൽ എന്റെ രാജ്യം മാപ്പ് പറഞ്ഞതിന്, എന്റെ ജനങ്ങൾ മാപ്പ് പറഞ്ഞതിന് തുല്യമായി എന്ന് സെലൻസ്കിക്ക് കൃത്യമായ ബോധ്യമുണ്ട്. തന്നെയല്ല, മാപ്പ് പറഞ്ഞിട്ടാണ് തിരികെ വരേണ്ടി വന്നതെങ്കിൽ ജനങ്ങൾ പഴിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിനൊന്നും തയ്യാറാകാതെ പകരം ഏറ്റവും മാന്യമായിട്ട് തന്നെയാണ് പിന്നീട് മാധ്യമങ്ങൾക്ക് മുൻപിൽ അദ്ദേഹം സംസാരിച്ചത്. തന്നെയല്ല, ഇത് മാത്രമല്ല, സെലൻസ്കിയെ ആട്ടിയിറക്കി വിട്ടതിന് ശേഷം ട്രംപ് എക്സിൽ ഒരു കുറിപ്പിട്ടു. അതായത് സമാധാനം നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും യുക്രൈന് ഞങ്ങളെ സമീപിക്കണം. അപ്പോൾ തിരിച്ച് അതിനൊരു മറുപടി കൊടുത്തത് ട്രംപിന്റെ വാക്കുകൾക്ക് നന്ദി, അമേരിക്ക നൽകിയ സഹായങ്ങൾക്കും നന്ദി എന്നാണ് സെലൻസ്കി കുറിച്ചത്. അപ്പോൾ അത്തരത്തിൽ പിന്നീട് അതിനെ നയതന്ത്രപരമായി കൈകാര്യം ചെയ്യാൻ ഇരു കൂട്ടരും ശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും ആ സമയത്ത് രണ്ടുപേരുടെയും കയ്യിൽ നിന്ന് പോയി. മാത്രമല്ല, സൗദിയിൽ നടന്ന ഉച്ചകോടിയിൽ വെച്ചിട്ട് അവിടെ വെച്ചിട്ടായിരുന്നു ഇമ്മാനുവൽ മാക്രോണിനെ അപമാനിക്കുന്ന തരത്തിൽ ട്രംപ് പെരുമാറിയത്. അപ്പോൾ അതിനുശേഷം തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾക്കൊക്കെ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് ട്രംപിന്റെ സമീപനം എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ അത് കണ്ടു തന്നെയാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ നിൽക്കുന്നത്. പിന്നാലെ സെലൻസ്കിക്ക് ഉണ്ടാകുന്ന അപമാനം. അപ്പോൾ അതുകൊണ്ടുകൂടി യൂറോപ്യൻ രാജ്യങ്ങൾ ഒരുമിക്കുന്നു. എന്തായാലും ഇനി ട്രംപിന്
അത്ര കയറി അങ്ങ് കടന്നാക്രമണം നടത്താൻ കഴിയില്ല. ഇനിയിപ്പോ ഉണ്ടാകുന്ന പ്രശ്നം ഇനിയിപ്പോൾ ആ കരാറിൽ സെലൻസ്കി ഒപ്പുവെക്കുമോ എന്നുള്ളതായിരുന്നു. കാരണം അമേരിക്കയുടെ വലിയ ഒരു നോട്ടമായി. പക്ഷെ അതെങ്ങനെയെങ്കിലും ഒപ്പുവെപ്പിക്കേണ്ടത് അമേരിക്കയുടെ ആവശ്യം കൂടിയാണ്. അപ്പോ ഇനി അങ്ങനെ രീതിയിൽ ഒരു സൗഹാർദ്ദപരമായ രീതിയിലേക്ക് മാറുമോ, അതോ വീണ്ടും ഇത് പ്രശ്നം വഷളാവുകയും യൂറോപ്പും അമേരിക്കയും രണ്ട് ചേരിയിൽ നിന്ന് പോരാടുകയും ചെയ്യുമോ എന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ വിഷയം കൂടുതൽ വഷളാക്കിയത് JD വാൻസ് തന്നെയാണ്. JD വാൻസിന് യുക്രൈന്റെ വലിയ വിമർശകനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ JD വാൻസിന്റെ കയ്യിൽ നിന്ന് പോയതോടുകൂടിയാണ് ട്രംപിന് ഇടപെടേണ്ടി വന്നതും ട്രംപും ഇത്തരത്തിൽ സംസാരിച്ചതുമൊക്കെ. പക്ഷേ മിതത്വം പാലിക്കണമായിരുന്നു. നമ്മൾ പറഞ്ഞല്ലോ, നമുക്ക് ഈ ചേരി തിരിഞ്ഞ് അടിയുണ്ടാക്കാൻ അല്ലെങ്കിൽ ഈ തറ ഗുണ്ടായിസം കാണിക്കാൻ മാത്രം അതിനുള്ളതല്ലല്ലോ ഒരു ഓഫീസ് എന്നല്ല, വൈറ്റ് ഹൗസ്. അപ്പോൾ അത്തരത്തിൽ അവിടെ നിന്ന് അങ്ങനെ ഒരു അപമാനം ഉണ്ടായതിൽ അമേരിക്കയുടെ മുൻ പ്രസിഡന്റുമാരും ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എങ്കിലും അവരാരെങ്കിലും ആയിരുന്നെങ്കിൽ പോലും ഇത്തരത്തിലൊരു സമീപനം ഉണ്ടാകാൻ സാധ്യത വളരെ ഒബാമ ഒരിക്കലും അങ്ങനെ പെരുമാറാൻ തയ്യാറാവില്ല. അപ്പൊ പിന്നെ ട്രംപിന്റെ ഒരു നീക്കം വീണ്ടും ചർച്ചകളാകുകയാണ്. മാധ്യമങ്ങൾ അതിനെ വിമർശിച്ചു തുടങ്ങിയിട്ടുണ്ട്. അമേരിക്കൻ മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ തന്നെ കണ്ടുകൂടാത്ത ഒരാളാണ് ട്രംപ് ഒരു മണ്ടനാണ് എന്നാണ് അവർ തന്നെ പറയുന്നത്. പക്ഷെ മണ്ടനല്ല. പക്ഷെ ഈ കാര്യത്തിൽ കൈവിട്ടു പോയതാണോ അതോ ഇനി മറ്റെന്തെങ്കിലും നീക്കമാണോ ട്രംപിന്റെ ഭാഗത്ത് എന്നുള്ളത് ചോദ്യമാണ്. പക്ഷെ അപ്പോഴും ഒരു ചോദ്യം നിൽക്കുന്നുണ്ട്. കാരണം ധാതു കരാറിൽ ഒപ്പുവെക്കുന്നതിന് വേണ്ടിയാണ് സെലൻസ്കി വന്നത്. അമേരിക്കയുടെ ആവശ്യമായിരുന്നു. അതെ, അതെന്തെങ്കിലും ഒരു പക്ഷേ അത് നടക്കാതിരിക്കുമോ എന്നുള്ള ഒരു ചിന്ത ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും ട്രംപ് ഒന്നും കാണാതെ ഒന്നും ചെയ്യാറില്ല. എന്തായാലും ഇതൊരു വല്ലാത്ത അവസ്ഥയിൽ തന്നെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. കയ്യിൽ നിന്ന് പോയതായിരിക്കാം. എന്തായാലും ഇതിപ്പോ ആഗോള മാധ്യമങ്ങളെല്ലാം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയായി പോയി. അതിൽ വെച്ചിട്ടാണ് ഇത്രയും മോശമായ രീതിയിൽ രണ്ട് ലോക നേതാക്കൾ തമ്മിൽ അടിയുണ്ടായതും ലോകം തന്നെ രണ്ട് ചേരിയിലാകുകയും ചെയ്തത്. ഇനി അതെന്താകും? ട്രോളുകളും മീമുകളും ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ ഇതിനെ ട്രോളിക്കൊണ്ട് മറ്റേ നീ പോടാ എരപ്പേ, നീ പോടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില പ്രസ്താവനകൾ ചിലത് കമന്റ് ചെയ്തിട്ടുണ്ട്. ഇത് കേരളത്തിലേക്കാണ് രണ്ട് നേതാക്കൾ തമ്മിൽ ചർച്ച നടത്തുന്നതാണെങ്കിൽ പരനാറി വിളികളൊക്കെ കേൾക്കേണ്ടി വന്നേനെ. അപ്പോൾ അതിനെയൊക്കെ ഇപ്പോ ഭയങ്കര ട്രോളായി മാറുന്നുണ്ട് ആ സംഭവം. എന്തായാലും വളരെ നാണക്കേടായി പോയി എന്ന് പറയേണ്ടി വരും. ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളുമായി വീണ്ടും കാണാം. നമസ്കാരം.